ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മള് മത്തി കൊണ്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഇതിന് നമ്മള് കുക്കർ മത്തി പെരട്ട് എന്നാണ് ഇതിന്റെ പേര്. നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ഈ 6 മത്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ കുക്കറി ചെയ്യുന്നോണ്ട് 6 മത്തിയെ എടുത്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് 3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ആവശ്യത്തിന് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിത് അരച്ചെടുത്തോണ്ട് വരാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, നമ്മളിത് ഇപ്പം ആ അരച്ചെടുത്ത അരപ്പ് നമ്മൾ നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അരപ്പ് നമ്മുടെ ഈ അരപ്പ് നമ്മൾ ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ തേച്ച് പിടിപ്പിച്ച് മിനിമം ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഇരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പതേ നമ്മുടെ മസാലയൊക്കെ പുരട്ടി മത്തി ഇരിക്കുകയാണ്. ഇത് ഒരു അരമണിക്കൂർ ഞാൻ അടച്ചു വെച്ചേക്കാം, അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പതേ നമ്മള് മത്തി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി. എന്നാ നമുക്ക് ഇനി അത് വേവിക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് മത്തി വേവിക്കാനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചു, തീ ഓൺ ചെയ്തു. കുക്കർ ചൂടായി കഴിയുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഞാൻ ഇത് 3 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വട്ടത്തിൽ അരിഞ്ഞതാണ്. അതങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒരു പകുതി കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില അതേ നിരത്തി അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ മത്തി ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കാം. മത്തി ഒന്നിന്റെ മുകളിൽ ഒന്ന് ഇടരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ 6 മത്തി എടുത്തത്. വലിയ കുക്കറാണെങ്കിൽ കൂടുതൽ എടുക്കാം, പക്ഷെ നമ്മൾ നേരെ ഇങ്ങനെ വെക്കണം, ഒന്നിന്റെ മുകളിൽ കയറ്റി വെക്കരുത്. മത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളുടെ 2 ടേബിൾ സ്പൂൺ പുളി, ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്, അത് പിഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. ആ 2 ടേബിൾ സ്പൂൺ വാളംപുളി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ കണ്ട ഈ 6 മത്തി നമ്മൾ നേരെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് ഇടരുത് കേട്ടോ. നമ്മളിത് വാളംപുളി ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ കറിവേപ്പില അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മള് കുക്കർ അടച്ച് 1 വിസില് ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ. വിസിലിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഇപ്പതേ നമ്മുടെ കുക്കറിന്റെ ആവിയൊക്കെ പോയി. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ
കുക്കർ മത്തി പെരട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എന്നാൽ നമുക്കിനി നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ കുക്കർ മത്തി പെരട്ട് റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറൈറ്റി ആരാ ഇഷ്ടപ്പെടാത്തത്? എന്നും നമ്മൾ മത്തി ഒരേ രീതിയിൽ വെക്കാതെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കേ, നല്ല ടേസ്റ്റ് ആണ്. എന്നാൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.